ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വാക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഫോർഡ് കൂഗ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. ഇത് കൂഗയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. വണ്ടിയുടെ ലുക്സിലോട്ട് വരാണെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സ്. ഇവിടെ DRL ഉണ്ട്, ഫുൾ പ്രൊജക്ടറാണ്. പിന്നെ ഇവിടെ വെന്റ് ഉണ്ട്, പക്ഷേ വെറുതെ ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൽ പുതിയ ഫോർഡ് ലോഗോ. ഇവിടെ ക്യാമറ ഉണ്ട്, ഇതിൻ്റെ റഡാർ ഉണ്ട്. വിൻഷീൽഡിൻ്റെ അകത്തൊരു ക്യാമറ ഉണ്ട്, കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. ഒരു 8-inch അലോയ് വീൽസ് വരുന്നതാണ്, സ്റ്റീൽ വീൽസിൽ അവൈലബിൾ ആണ്. ഇതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ചാർജ് ചെയ്യാനുള്ള പോർട്ട്. ഗുഡ്, ഫാസ്റ്റ് ചാർജ് ചെയ്യാനില്ല കേട്ടോ. ഇത് ST ലൈൻ ആണ്. ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ. അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള ഒരു മിനി CV ആണ്. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക്. വളരെ ബേസിക് ആയിട്ടുള്ള ലുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വലിയ ടച്ച് സ്ക്രീൻ ഉണ്ട്, അത്യാവശ്യം ഫങ്ഷനാലിറ്റി ഉള്ള ടച്ച് സ്ക്രീനാണ്, നല്ല റെസ്പോൺസീവ് ആണ്. ഏത് ലൈക്ക് 2.4 ലിറ്റർ എഞ്ചിൻ വിത്ത് ഇൻ്റഗ്രേറ്റഡ് മോട്ടറാണ്. സോ CV ട്രാൻസ്മിഷനാണ്. ബ്ലൈൻഡഡ് ആണ്, എന്നാലും കാണുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇതാണ് ബാക്കിലുള്ള ലുക്ക്. ബാക്കിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, 360 ഡിഗ്രിയുടെ. ലൈറ്റ്സ് ഫുള്ളി ലീസ് ആണ്. പിന്നെ DL എക്സോസ്റ്റ് ആണ്. ഇവിടെ ഒരു എക്സോസ്റ്റ് ഉണ്ട്, അപ്പർ സൈഡിൽ എക്സോസ്റ്റ് ഉണ്ട്. ഇതാണ് ഇവിടെ എക്സോസ്റ്റ്. പിന്നെ കുറച്ച് എന്താ പറയാ, ഇവിടെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡിന്റെ ബാഡ്ജിങ് ഉണ്ട്. എഞ്ചിൻ്റെ അകത്തൊരു ഇന്റഗ്രേറ്റഡ് മോട്ടർ വെച്ചിട്ട് ഏകദേശം ഒരു 225 ഹോഴ്സ് പവർ പ്ലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില വേരിയന്റിൽ 245 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഒരു 0 to 100 എത്താൻ 9.2 seconds എടുക്കും. ടോപ്പ് സ്പീഡ് 200 ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. EV മോഡിൽ നമുക്കതൊരു 65 to 70 kilometers ആണ് ഓടിക്കാൻ പറ്റുക, ഓൺലി EV ആയിട്ട്. പിന്നെ എഞ്ചിൻ വെച്ചിട്ട് EV ബാറ്ററി ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ എഞ്ചിനിൽ മാത്രം, അല്ലെങ്കിൽ EVയിൽ മാത്രം ഓടിക്കാം. എഞ്ചിൻ വെച്ച് ചാർജ് ചെയ്തിട്ട് EVയിൽ ഓടിക്കാൻ പറ്റില്ല. അത് ഫുൾ ഹൈബ്രിഡിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. ഇത് പ്ലഗ് ഇൻ വെച്ചിട്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷം. ഈ വണ്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മേടിക്കുമെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ കളർ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.